കാണിക്കാൻ പോകുന്ന ഒരു സ്ലീവ് ഡിസൈൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഓൾറെഡി സ്ലീവ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അളവ് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഓക്കെ, നമുക്ക് സ്ലീവിന്റെ ഡിസൈൻ എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പൊ ആദ്യം 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 4 ഇഞ്ച് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് 0.75 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ലൈന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഈ 2 പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ലൈന് കൂടി വരഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കൊരു മാർജിൻ കൂടി വരഞ്ഞു കൊടുക്കാം. ഈ ഒരു ലൈനിന് പാരലൽ ആയിട്ട് ഒരു ലൈന് കൂടി വരഞ്ഞു കൊടുക്കാം. ഇതാണ് നമ്മുടെ കട്ടിംഗ് ലൈന്. നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ലൈന് കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ 2 സ്ലീവും ഒരേ ലെവലിലാണോ വരുന്നതെന്ന് ശ്രദ്ധിക്കുക. അത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിസൈൻ കിട്ടില്ല. അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടും കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിവിടെ ബോർഡർ പീസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ബോർഡർ പീസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പ്ലെയിൻ പീസ് എടുത്താലും മതി. അപ്പൊ ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ടൊരു ലൈന് വരഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇനി വീണ്ടും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിന്റെ ലെങ്ത് മാർക്ക് ചെയ്തെടുക്കാം. അതായത് 5 ഇഞ്ച് വരെ മാർക്ക് ചെയ്തെടുക്കാം. 5 അല്ലെങ്കിൽ 5.5 ഇഞ്ച് വരെ. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് 2 പീസസ് കൂടി വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഇതെന്റെ പാന്റ് പീസാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ അളന്ന് വെച്ച ആ ഒരു പീസിന് കണക്കായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, നമുക്ക് മാർജിൻ വരഞ്ഞു കൊടുക്കാം. അതായത് നമുക്ക് ഇവിടെ കോൺ ഷേപ്പ് വരഞ്ഞു കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്ന് മാർജിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾ കണ്ടു നോക്കൂ, അപ്പോൾ മനസ്സിലാവും. അപ്പൊ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ സ്ലീവിന്റെ നല്ല വശത്താണ്. എന്നിട്ട് ഞാനിവിടെ ഒരു കോൺ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്പുറത്തെ സ്ലീവിലും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് പീസസ് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാ നോക്കാം. ഇതാണ് നമ്മുടെ ബോർഡർ വെച്ച് കൊടുക്കാം.
നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ ഞാൻ മറ്റേ സ്ലീവ് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഈ ഓപ്പോസിറ്റ് സൈഡ്സിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇത് ബോർഡർ പീസ് അപ്പുറത്താണെങ്കിൽ ഇപ്പുറത്താണ്, അത്ര മാത്രം. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു കോൺ ലൈൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു പീസിൽ കൂടി വരഞ്ഞു കൊടുക്കാം. ആ ഒരു പോയിന്റ് വരെ വേണം നമുക്ക് സ്റ്റിച്ചിങ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ലൈന് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ അപ്പുറത്തെ സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, നമുക്ക് കട്ട്സ് കൊടുക്കണം. ഞാനിവിടെ കട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പീസസിലല്ല, നമ്മുടെ മെയിൻ ഫാബ്രിക്കിലാണ് കട്ട്സ് കൊടുക്കുന്നത്. ആ ഒരു കോണായിട്ട് വരുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അവിടെ കട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് ഇതിനെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ബോർഡർ പീസ് മേലെ വരുന്ന രീതിയിൽ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് തിരിച്ചിട്ടിട്ട് ഒന്ന് ലെവലാക്കി എടുക്കാം. എല്ലാ പീസസും ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ 3 പീസസും കൂട്ടിപ്പിടിച്ചൊരു സ്റ്റിച്ച് കൊടുക്കണം. ഓക്കെ, ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പൊ ഞാൻ ഇതിന്റെ നെക്ക് ഡിസൈൻ മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണുക. അപ്പൊ നിങ്ങൾക്ക് കുർത്തി നല്ല സ്റ്റൈലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം. നമുക്ക് ഈ പീസസ് ഒന്ന് ലെവലാക്കി കൊടുക്കാം. കറക്റ്റ് ആയിട്ട് ഒന്ന് ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്റെ വീഡിയോ മുന്നേ കാണാത്തവരാണെങ്കിൽ, എന്റെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.
ഓക്കെ, നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലീവാണിത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓവർലാപ്പ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ആണിത്. അപ്പൊ ഇതിന്റെ നെക്കിന്റെ ഒപ്പം ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കുർത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നല്ലൊരു ട്രെൻഡ് ആയിട്ടുള്ള കുർത്തി ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട ഒരു സ്ലീവാണിത്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക.